ഇതാണ് മദനപ്പള്ളി APRTC ബസ് സ്റ്റാൻഡ്. എല്ലാവിധ ഫെസിലിറ്റീസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിവിധ തരം ഏരിയയിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ക്ലീനിങ് സിറ്റിയായിട്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മദനപ്പള്ളി. അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് ബസ്സുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ആയിരിക്കാം നമ്മൾ അവിടെ നിന്നും ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ബോക്സ് ടൈപ്പിലാണ് ഇവിടുത്തെ ബസ്സുകൾ നിർമ്മിക്കുന്നത്. വിവിധതരം ബസ്സുകൾക്കൊക്കെ തന്നെ വിവിധതരം നിറമെല്ലാം കൊടുത്തത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഡിസൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകം ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കേരള ഫുഡിനോട് സാമ്യമായിട്ടുള്ള ഫുഡാണ് ഇവിടെ കൂടുതൽ ഷോപ്പുകളിലും കിട്ടുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വലിയൊരു ടൗണാണ് മദനപ്പള്ളി. കളങ്കരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. MLA ഈ ഒരു നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഏതൊരു ഏരിയയിൽ പോയാലും MLAയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള സാഹചര്യമാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കച്ചറ സാധനങ്ങളൊന്നും തന്നെ റോട്ടിൽ വലിച്ചെറിഞ്ഞതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ജോസ് ആലുക്കാസിൻ്റെ വലിയൊരു ഷോപ്പൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ ഒരു ജീവിത രീതിയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഈ കാണുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന കടയിൽ നിന്നും മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചതാണ്. എങ്കിൽ ഒരു വട്ടം കൂടി കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ കേരള സ്റ്റൈലിലുള്ള ബിരിയാണി കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ കബാബ് എന്ന് പറയുന്ന സംഭവം, അതായത് ചിക്കൻ ചില്ലി ഇവിടെ കിട്ടും. തൂക്കിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ നമുക്ക് നൽകുന്നത്. ബിരിയാണി ഒരു പ്ലേറ്റിൽ 2-3 പീസ് ഇട്ടിട്ട് ഒരു ബിരിയാണി 100 രൂപ. ചിക്കൻ ചില്ലി ആണ് എങ്കിൽ ഇവിടെ അതിന് കബാബ് എന്ന് പറയും. അതാണ് എങ്കിൽ 250 ഗ്രാമിന് 100 രൂപ എന്നുള്ള രീതിയിലും ഇവിടെ നിന്നും നമുക്ക് ലഭിക്കും. എന്തായാലും ഇവിടുത്തെ കബാബും ബിരിയാണിയും എല്ലാം കൊള്ളാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവറിന്റെ മരം കാണുന്നത്. മനോഹരമായിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് ഒരു വീടാണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ആ ഒരു ഇല്ലിക്കൂട്ടങ്ങളാണ് വളരെയധികം അത്ഭുതപ്പെടുത്തിയത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എത്തിയത് കൊണ്ട് ആവി പറത്തുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ച്. നമ്മുടെ നാട്ടിലേതുപോലെ തനതായ രീതിയിൽ ദമ്മിട്ടിട്ടാണ് ഇവിടെ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസസ്, ഫ്ലവേഴ്സ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലും വരുന്നുണ്ട്. മദനപ്പള്ളിയുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും പോകുന്ന റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മരം കാണാൻ സാധിക്കുക. ചുറ്റിക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചാരിയിട്ടുള്ള ഒരു ജ്യൂസ് വിൽക്കുന്ന ഷോപ്പാണ് ഈ കാണുന്നത്. ഇതിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ജ്യൂസിൻ്റെ എല്ലാം ഡിസ്പ്ലേ തന്നെയാണ് ഈ കടയെ വ്യത്യസ്തമാക്കുന്നത്. എവിടെ നോക്കിയാലും ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് എൻ്റെ കാഴ്ച അതിലേക്ക് പോയത്. ഇതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കുറേ ഫ്രൂട്ട്സുകൾ പ്ലാസ്റ്റിക്കിലാണ് എന്നുള്ളത്. എങ്കിലും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. ഇവിടങ്ങളിലെ ഇതുപോലത്തെ ഫ്രൂട്ട്സ് കടകളിലൊക്കെ തന്നെ ജ്യൂസ് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഓർഡർ നൽകുന്ന സമയത്ത് അത് മുക്കി തരുന്ന ഒരു പ്രൊസീജിയറാണ് നടക്കാറ്. അതുകൊണ്ട് തന്നെ ഈ കടയിലെ ഫ്രൂട്ട്സുകളൊന്നും തന്നെ കംപ്ലൈൻ്റ് ആയി പോകില്ല എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് കട നമ്മളിങ്ങനെ നോക്കിക്കാണുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ഇവിടെ കാണാനിടയുണ്ടായത്. ഇതുപോലൊരു പൈപ്പ് ഒരു ഡ്രമ്മിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ വേസ്റ്റുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ ഡ്രമ്മിലേക്ക് പോയി ചാടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും കടയും കൊള്ളാം, ജ്യൂസുകളൊക്കെ തന്നെ കൊള്ളാം. ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും രുചിയും നമുക്ക് അനുഭവപ്പെട്ടു. പിന്നീട് കടയുടെ ഉൾഭാഗത്തായിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രൂപത്തിൽ കാണുന്നത്. ഇവിടെ ഡ്രമ്മ് കട്ട് ചെയ്തിട്ടുള്ള ടേബിളും അതുപോലെ സ്റ്റൂളുകളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുകയുണ്ടായി. ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന സ്ഥാപനമാണ് എന്ന് തോന്നിപ്പോകും. ഒരു സ്ഥാപനം വരുന്നത് RTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ്.